ഓ സോറി, ഞാൻ വേഗം വേറെ ഏതോ ലോകത്തായി പോയി. അതൊക്കെ പോട്ടെ, മാഷണ വന്നോ? അല്ല, ശ്യാമള വന്നോ? എനിക്ക് കിട്ടിയത് 500 രൂപയുടെ നോട്ടാണ്. അത് മാറാനായിട്ട് ഞാൻ 400 രൂപയുടെ സാധനങ്ങൾ മേടിക്കേണ്ടി വന്നു. അതാ സാറേ താമസിച്ചേ. ശ്യാമളയ്ക്ക് ചോദിച്ചോളെ, എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ തരത്തില്ലേ? എങ്കിലേ എനിക്ക് 25,000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. തരാൻ പറ്റുമോ? ഓ കൊച്ചു കള്ളി, തമാശ പറയാനും പറ്റത്തില്ല. അതൊക്കെ പോട്ടെ, ശ്യാമള ഏതായാലും വന്നതല്ലേ, ആ കസേരയിലോട്ട് ഇരുന്നാട്ടെ. ഞാനൊന്ന് അനോൺ ചെയ്യട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉണ്ണിൽ കണ്ണിയെ കണ്ണിൽ ഉണ്ണിയെ പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറിയ ശ്രീമതി ശ്യാമള ദേവിയെ അനുമോദിക്കുന്നതിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. സ്നേഹമാണ് അഖിലസാഴ മൂഴിയിൽ എന്ന് ഏതോ ഒരു കവി പാടിയിട്ടുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളൊന്നും അവിടെ ഇനി പെണ്ണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശ്യാമളയെ പറ്റിയാണ്. ശ്യാമള എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ പറയുന്നേക്കാൾ നല്ലത് നമ്മളുടെ അഭിമാനമായ മെമ്പർ പറയുന്നതാണ്. അതിനായി മെമ്പറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ശ്യാമള പറയുന്നത്. അതിനായി ശ്യാമളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് ഈ തൊഴിലുറപ്പിന്റെ പണിയാണേ. ഏതാണ്ട് 4-5 മണിക്ക് പറഞ്ഞത്. അല്ലാതെ പിന്നെ ഞാൻ പണി കഴിഞ്ഞിങ്ങനെ നടന്നു വരുമ്പോള് എന്റെ അപ്പുറത്തെ വശത്തുനിന്ന് ഒരു പട്ടി വരുന്നുണ്ടായിരുന്നു. ഇപ്പുറത്തെ വശത്തുനിന്നാണെങ്കിലോ ഒരു വണ്ടിയിൽ പ്രായമായ സ്ത്രീയും അവരുടെ ഭർത്താവും കൂടെ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വണ്ടി എന്ന പട്ടിയെ തട്ടി. പട്ടി ഒരു വശത്തും ഇതിങ്ങൾ രണ്ടും വേറൊരു വശത്തും. കണ്ടോണ്ട് തന്നെ മനസ്സാക്ഷി തന്നെ വെച്ചില്ല. അയാളുടെ ഭാര്യയാണെങ്കിൽ ഇപ്പോഴും ഐസിയുവിൽ തന്നെ. അതിന് അയാളെ രക്ഷിച്ചെന്ന് ആര് പറഞ്ഞു? അതിനേക്കാൾ മഹത്തായ കാര്യമല്ലേ ശ്യാമള ചെയ്തത്? ആ പട്ടിയെ രക്ഷിച്ചില്ലേ?
യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. രണ്ടു വാക്ക് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. അയ്യേ അയ്യേ മാഡം ജി, രണ്ടു വാക്ക് എന്തെങ്കിലും സംസാർ കറോ. केरल के देशवासियों, അയ്യോ ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല, മലയാളത്തിൽ പറ. ഹിന്ദി മലയാളത്തിൽ എന്ന കാര്യമല്ലേ, അതൊക്കെ ഞാൻ ഏറ്റു. എന്നോടാ കളി. केरल के देशवासियों, सबको मेरी प्रणाम. കേരളത്തിലെ ദരിദ്രവാസികളെ, ഇതാണ് എന്റെ വീടിന്റെ പ്രമാണം. എല്ലാവർക്കും എൻ്റെ നമസ്കാര. മേഡം എല്ലാവർക്കും നമസ്കാരം പറയുകയാണ്. ऐसा एक महत्वपूर्ण कार्य करने बात लेकर मैं बहुत खुशी हुई. ഇസ്ര ഒരു നല്ല സിനിമയാണെന്നാണ് മേഡം പറയുന്നത്. നേരത്തെ കണ്ട ഖുഷി അത്രയ്ക്ക് പോരാ. केरल की भाइयों और बहनों, കേരളത്തിലെ വായി നോക്കികളെ, एक बात मैं आप लोगों से बतानी चाहता हूँ. മേഡം ചോദിക്കുകയാണ്, ഇവിടെ എവിടെയും ബാത്റൂം ഉണ്ടോ എന്ന്.